Hi friends, Technical Browser ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റിൻഷാൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്ത വീഡിയോസ് ആയാലും ഫയൽസ് ആയാലും ഓഡിയോസ് ആയാലും ഇമേജസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. 3 മെത്തേഡിലാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇത് ആൻഡ്രോയിഡിലും iOS-ലും നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിച്ച് റൂട്ട് ചെയ്യാതെ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. പക്ഷേ ഇത് 100% വർക്ക് ചെയ്യില്ല, ഒരു 50% ഒക്കെ വർക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ റൂട്ട് ചെയ്യാതെ റിക്കവർ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഒക്കെ ഇത് ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു രീതിയിലാണ് 50% വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാൻ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ ഭാഗം ക്യാച്ചായിട്ടും തമ്മിലായിട്ടൊക്കെ പോകും. അതൊക്കെ ക്യാച്ച് ചെയ്തിട്ട് ഇത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 50% എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 100% എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഏകദേശം ഒരു കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ വീഡിയോസും വലിയ വീഡിയോസും ഫയൽസൊക്കെ മൂവീസൊക്കെ എനിക്ക് ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടില്ല, വലിയ MB-കളൊക്കെ കിട്ടില്ല. പക്ഷേ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി 3 ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലാണെങ്കിൽ വീഡിയോ റിക്കവറി എന്നും, ഫോട്ടോസിനാണെങ്കിലും ഫോട്ടോ റിക്കവറി എന്നും, ഓഡിയോസിനാണെങ്കിൽ ഓഡിയോ റിക്കവറിയും. 3ഉം ഒരു കമ്പനീൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നല്ല സിമ്പിളായിട്ടുള്ള 2 MB ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ചെറിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ആണ് റെഡിയാവും, ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ ആണ് റെഡിയാവും, ഫേക്ക് ഒന്നല്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അപ്പോൾ എങ്ങനെ കാണിച്ചുതരാം, എങ്ങനെയാണ് ഇതെന്ന് കാണിച്ചുതരാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ വീഡിയോ റിക്കവറിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ വേണ്ടത് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോൻ്റെ കാണിച്ചുതരാം. വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് അവിടെ റീസ്റ്റോർ ഡിലീറ്റ് വീഡിയോസ് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഇത് ലോഡ് ചെയ്യുന്നതായി കാണാം. അത് ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അവിടെ ഷോ ഡിലീറ്റഡ് ഫയൽസ് എന്ന് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതൊരു ഫയൽ നിങ്ങൾക്ക് വീഡിയോസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ഗാലറിയിലുള്ള വീഡിയോസും കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഇപ്പോഴുള്ള ഫോട്ടോസും കാണാൻ പറ്റും, വീഡിയോസൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ റീസ്റ്റോർ ആവണമെന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഞാൻ കാണിച്ചു തരാൻ ഫോട്ടോ റിക്കവറി എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ റീസ്റ്റോർ എന്ന് കാണാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ റീസ്റ്റോർ ഡിലീറ്റഡ് ഫോട്ടോസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വന്നാൽ ഷോ ഡിലീറ്റഡ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ റീസ്റ്റോറിനാവുന്നുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഓഡിയോ റിക്കവറി ആണെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീസ്റ്റോർ ഡിലീറ്റഡ് ഓഡിയോസ് എന്ന് വിളിക്കാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഷോ ഡിലീറ്റഡ് ഫയൽസ് എന്നാണ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെയുള്ള ഓഡിയോസൊക്കെ കാണാമെന്നാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ റീസ്റ്റോർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ റൂട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് അൺസേഫ് ആണ്, സേഫ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യാതെ ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളത് വീണ്ടും റൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ റൂട്ട് ചെയ്യുന്ന ഒരുപാട് സേഫ് അല്ല. ഞാനതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതല്ല. നിങ്ങൾ റൂട്ട് ചെയ്യാതിരിക്കുക, പരമാവധി റൂട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ റൂട്ട് ഇത് ചെയ്ത പാട് തന്നെ നിങ്ങൾ വീണ്ടും അൺറൂട്ട് ചെയ്യുക. ചെയ്യേണ്ട ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ റൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം നോക്കിയിട്ട്, നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നെല്ലാം നോക്കിയിട്ട് മാത്രം നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാത്രം നിങ്ങൾ റൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഡിസ്ക് ഡാഗർ പ്രോ എന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ റൂട്ട് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും റൂട്ടഡ് പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ വരും.
അപ്പോൾ റൂട്ട് ചെയ്ത ആപ്ലിക്കേഷനാണ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ JPG ആണ് JPG സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മൂവിയാണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. MP4 ആണ് MP4 സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ JPG സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ഡാറ്റ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസ് ഫോൺ മെമ്മറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്ഷൻസിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്താൽ സേവ് സെലക്റ്റഡ് ഫയൽ ലോക്കലി എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് സെലക്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മറ്റൊരു ഭയങ്കര എന്താ പറയുക വലിയൊരു ഉപകാരപ്പെട്ട സംഭവമാണിത്. തംബ്നെയിൽ ക്യാച്ചസ്, നിങ്ങളുടെ ക്യാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. ഇത് നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് റൂട്ട് ചെയ്തിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡ് എന്തായാലും 100% വർക്കിംഗ് ആണ്. പക്ഷേ എന്ത് വേണമെങ്കിലും മൂവീസ് ആയാലും ഫോട്ടോസ് ആയാലും എന്ത് വേണമെങ്കിലും റൂട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ റൂട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റൂട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങളുടെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ മുഴുവനായിട്ടൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അത് ലാപ്ടോപ്പിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അത് ലാപ്ടോപ്പിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് റൂട്ട് ചെയ്യും, പിന്നീട് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം വീണ്ടും അൺറൂട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് പറയുന്നതെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചുള്ള ഒരു മെത്തേഡാണ്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡോക്ടർ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ച് വെറും റിക്കവറി മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് അൺലോക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അൺലോക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഇതിൽ. അത് ആൻഡ്രോയിഡ് ആയാലും അത് iOS ആയാലും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അടിപൊളി സോഫ്റ്റ്വെയർ ആണ്, 100% സേഫ് ആണ്. നിങ്ങളൊന്നും ഒരു കാര്യത്തിൽ പേടിക്കണ്ട. റൂട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് അന്നേരം തന്നെ അൺറൂട്ട് ചെയ്യുന്നുണ്ട്. അവർ അതിന് ഒരു സേഫായിട്ട് തന്നെ അത് റൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതുകൊണ്ട് പേടിക്കൊന്നും വേണം. പക്ഷേ ഇതിന് ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റാറ് വരും. അത് നിങ്ങൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റാറ് നിങ്ങളുടെ വണ്ടർഷെയർ എന്ന ആ ഒരു ഫോൾഡറിലേക്ക് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒരു ഫോൾഡറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോൾഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് അവിടെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റപ്പ് എന്നാണ്, ആ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഇത് നിങ്ങൾക്ക് ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യാൻ പറയുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർമിഷൻ കൊടുക്കുമ്പോൾ അക്സെപ്റ്റഡ് കൊടുക്കരുത്, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ ആ ഒരു ലൗഞ്ച് ഡോക്ടർ ഫോൺ എന്നുള്ളത് ഡിസേബിൾ ചെയ്തിട്ട് ഫിനിഷ് കളിക്കുക. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഫോൾഡർ ഒന്നുകൂടി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ക്രാക്ക് എന്ന് കാണാം, ആ ക്രാക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ രണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഡോക്ടർ ഫോൺ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രോപ്പർട്ടീസ് എന്നാണ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് എന്നാണ്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്നാണ്, ആ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കാണാം. അവിടെ നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നിങ്ങൾ അവിടെ ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് എന്ന് കാണാം, ആ പേസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ടൈം എടുക്കും വരാം. അത് കോപ്പി ചെയ്യുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു സോഫ്റ്റ്വെയർ. എന്നിട്ട് ഞാൻ സൂം ചെയ്യാൻ കാണിച്ചാൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അൺലോക്ക് കാണാം. അൺലോക്ക് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അൺലോക്ക് കാണാൻ പറ്റും. അൺലോക്ക് ആൻഡ്രോയിഡ് ഫോൺ ക്ലിക്ക് ചെയ്യാം, അതുപോലെ തന്നെ iOS ക്ലിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ID വരെ നിങ്ങൾക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്വിച്ച് എന്ന് കാണാം. സ്വിച്ച് എന്ന് വെച്ചാൽ ഓൾഡ് ഫോണിൽ നിന്ന് നിങ്ങൾക്ക് അത് എല്ലാ വാട്സപ്പ് ഡാറ്റ മുഴുവനായിട്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഓൾഡ് ഫോണിൽ നിന്ന് ന്യൂ ഫോണിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റീകവറി എന്നാണ്. റീകവർ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ റീകവർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങൾ റീകവർ ആൻഡ്രോയിഡ് ആയിട്ടാണ് ആൻഡ്രോയിഡ് iOS ആണ് iOS ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് USB ആയിട്ട് കണക്ട് ചെയ്യുക. USB ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരുമ്പോൾ അവർ പറയുന്ന സ്റ്റെപ്പൊക്കെ ആയി കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളൊക്കെ ക്ലിക്ക് ചെയ്യാം. അവർ പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഇവിടെ വീഡിയോസും ഫയൽസും എല്ലാം വാട്സാപ്പ് കോൺടാക്ട്സ് വരെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫയൽ മൊത്തമായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഒന്ന് റെഡിയാക്കി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് റെഡിയായി വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാം മൊത്തമായിട്ട് ഞാൻ ഇപ്പോൾ വെറും JPG മാത്രം ഒന്ന് കാണിച്ചു തരാം. വെറും ഒരു ഫോട്ടോസൊക്കെ. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഗാലക്സി നോട്ട് 4 എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മൊത്തമായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റും. കാണാൻ പറ്റും. മൊത്തമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം താഴെ അവിടെ റീസ്റ്റോർ ടു ഡിവൈസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡിവൈസിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.